ഹല്ലേലൂയ. ഭൂസ്വർഗം പേറുന്നോനേ, മറിയാമുദരെ കൈക്കൊണ്ട് സന്നിധിയിൽ ആർത്തിക്കണമേ മടിയാരെ, കൃപയും വാഴും നൽകേണമേ. പരിശുദ്ധ കന്യകയാകുന്ന ദൈവമാതാവേ, നിന്റെ ഏകജാതനാകുന്ന യേശുവിൻ സന്നിധിയിൽ അപേക്ഷകളും പ്രാർത്ഥനകളും പ്രീതികരമായ ധൂപം ഞങ്ങൾ അണയ്ക്കുന്നു. സർവലോകത്തിന്റെയും സന്തോഷമായവനെ, ഗർഭം ധരിച്ച അമ്മേ, നിനക്ക് സമാധാനം. ജീവജലത്തിന്റെ അരുവിയും സകല നന്മകളുടെയും ഉറവയുമേ, നിനക്ക് സമാധാനം. പരിശുദ്ധ സഭയെ പൊതുവായി കാത്തു മറച്ചുകൊള്ളപ്പെടുമാറാകണമേ. അതിന്റെ പ്രധാന ആചാര്യന്മാരെയും ആചാര്യ സംഘം മുഴുവനെയും ഒരുങ്ങി വന്നിരിക്കുന്ന ജനസംഘം മുഴുവനെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവേ കരുണയുണ്ടാകണമേ എന്നർത്ഥത്തിൽ പ്രിയനായിസോൻ എന്നേറ്റുചൊല്ലാം. കുരിയേലൈസോൻ കുരിയേലൈസോൻ കുരിയേലൈസോൻ. രക്ഷകനാം മശിഹ ഞങ്ങൾ തൻ സൃഷ്ടാവാം നാഥാ, ദയ ചെയ്യ് ഞങ്ങൾ മേൽ നിൻ മാതാ യാചന മൂലം. കുരിയേലൈസോൻ കുരിയേലൈസോൻ കുരിയേലൈസോൻ. നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യണമലിവാൽ, നാഥാ കൃപ ചെയ്യണമലിവാൽ, നാഥാ കൃപ ചെയ്യണമലിവാൽ. ഉത്തരമരുളണമേ നാഥാ, ഉത്തരമരുളണമേ നാഥാ, ഉത്തരമരുളണമേ നാഥാ. ശുഭഹോലോകമോരാൻ, ശുഭഹോലോകമോരാൻ, ശുഭഹോലോക സാവരാൻ നമോരം പാരേകുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെടാകുന്നു, നിന്റെ ദുരിതമായ വാഴ്ത്തപ്പെടാനാകുന്നു. സുതോളനേ മർദ്ദമേ തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധതയും മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും
ആ ശുദ്ധിമതിയുടെ മധ്യസ്ഥ മുഖാന്തരമായി ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. വാക്യം തേതമൽ ഹസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനാകുന്നു. ആദ്യം മുതൽ തലമുറ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന് പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനേക്കുന്നവനായ ദൈവോത്ര പാപപരിഹാരപ്രദമായ അങ്ങയുടെ പരിശുദ്ധമായ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപപരിഹാര നൽവരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്ത് നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ളതായ മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ അങ്ങയുടെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശീഹായ ദൈവത്തിന്റെ കരുണായ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് കൊടുക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. നാഥാ കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോർത്താം ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളോർത്താവായ യേശുമശീഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ തിരുശരീരം, ഞങ്ങൾ പാനം ചെയ്തതായ പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് രക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി തീർന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശരണം നീ
എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായത്തിറങ്ങി വന്ന വലിയവനും വിസ്മയനുമായ ദൈവം നമ്പുരാനെ, കാലത്തിന്റെ അവസാനത്തിൽ അനേകമായിരം മാലാഖമാരോടുകൂടെ അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ ഒരുവനെയും കെട്ടുപോകാത്ത അഗ്നിക്കും ചാകാത്ത പുഴുക്കൾക്കുമായി വിട്ടുകൊടുക്കരുതേ. തന്നെ ഞങ്ങൾ നിനക്ക് നിന്റെ ദേവദാസാരത്തിനും പരിശുദ്ധനോത്തവനും അന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിലൊന്നായിരിക്കുന്നതായ നിന്റെ റൂഹായിക്കും സ്തുതിയും കരേറ്റുന്നു. ഹോശോ വബകുലസ്താൽമേ തൽക്കാഴ്ചകളിൽ പ്രീതിയോടെ മോചിക്കുക ഗണഭാരങ്ങൾ, വേദനയാറ്റി സുഖമേറ്റ് കറകളെയെല്ലാം മായേക്ക വാഴ്ത്തുക ഞങ്ങളെ ദേവേശ, കാത്തരുളുക നമ്മാതാവേ. കർത്താവേ തുണയായവനെ കാണിക്കണമേ ജീവവഴി മാതാവോയാജിക്കും പരിശുദ്ധന്മാരും പുണ്യവും നൽകിയും മരിച്ചോറും. ശലോൻ ബശ്ലോമോ ഹായനോ ഹബീബായൻ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ മദ്ബഹായിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും പരിശുദ്ധത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ വിജയശ്രീമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അതിമനോഹരമായി പുതുക്കി പണിയുന്ന ഈ പള്ളിയുടെ കൂദാശ അനുഷ്ഠാനം ഇന്നലെയും ഇന്നുമായിട്ട് നിർവഹിക്കപ്പെട്ടുവല്ലോ. വളരെ മനോഹരമായിട്ട് ഈ ദേവാലയം പണിതു എന്നുള്ള പ്രത്യേകം ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണ്. ഇതിനുവേണ്ടി സുധീരം നേതൃത്വം നൽകിയ
ഈ ചാപ്പലിലെ വികാരിയും അതുപോലെ തലപ്പള്ളി വികാരിയെയും ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരെയും ബന്ധപ്പെട്ട എല്ലാവരെയും നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. കൺസ്ട്രക്ഷന്റെ ചുമതലകൾ വഹിച്ച് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ഏകദേശം 2 കോടി രൂപയോളം ഇതിനായിട്ട് ചെലവായിട്ടുണ്ട്. അത് ഈ ഇടവകയിൽ നിന്ന് ഈ പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് ഇത് കൊടുത്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ തൊട്ടടുത്തുള്ള മലയിടംതുരുത്ത് പള്ളി കൂദാശ ചെയ്തിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ പള്ളി പണിയുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകൾ ഏകദേശം 60 പവൻ ഊരി പള്ളിക്കായിട്ട് നൽകി. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ദേവാലയങ്ങളെല്ലാം പണിയുകയും വളർത്തുകയും ചെയ്യുന്നത് വിശ്വാസികളുടെ നിസ്വാർത്ഥമായ സേവനവും സഹകരണവും കൊണ്ടാണ്. തികച്ചും സാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ആളുകൾ ഇത്രയേറെ പണം മുടക്കി ഇതിനുവേണ്ടി ശ്രമിച്ചതോർത്ത് എല്ലാ കുടുംബാംഗങ്ങളെയും സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സുറിയാനി സഭയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ വിദേശത്ത് നിന്ന് ഫണ്ടുകളോ പണവുമില്ലാതെയാണ് സുറിയാനി സഭ വളർന്നു വന്നത്. തദ്ദേശീയ വരുമാനം കൊണ്ട് മാത്രം വളർന്നു വന്നതാണ് സുറിയാനി സഭയുടെ പള്ളികളെല്ലാം. മറ്റ് ക്രൈസ്തവ സഭകൾക്കെല്ലാം വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വരുന്നതായിട്ട് കാണുന്നു. അനുഗ്രഹിക്കപ്പെട്ടവര്, നമ്മൾ പണിയുന്ന പള്ളികൾ നമ്മുടെ വിയർപ്പിൻ്റെതായ ഫലമാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ശ്രേഷ്ഠ ബാവാതിരെ മനസ്സുകൊണ്ട് 10:30 പള്ളിയിൽ എഴുന്നള്ളുവാന്ന് അറിയിച്ചിരിക്കുന്നു. ഇന്നലെ ദീർഘമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത് നമ്മെ അനുഗ്രഹിച്ച ആ പരിശുദ്ധ പിതാവിന്റെ തൃപ്പാദത്തിൽ നന്ദി അറിയിക്കുന്നു. അഭിവന്യ തിരുമേനിമാർ ഇന്നലെയും ഇന്നുമായിട്ട് അഭിവന്യ യൂരിയോസ് തിരുമേനിയും അന്തിമോസ് തിരുമേനിയും നമ്മോടുകൂടെ ഉണ്ടല്ലോ. അവരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നേതൃത്വവും നമുക്ക് ഓർത്തവരെ നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് അഭിവന്യ യൂരിയോസ് തിരുമേനി സ്വല്പസമയം സംസാരിച്ച ശേഷം മറ്റു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഒരിക്കൽ കൂടെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സങ്കീർത്തന പുസ്തകം 120 അധ്യായത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെയെന്ന് വരും. ഈ ഭാഗം പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് ദാവീദ് കണ്ണുയർത്തിയത് ദേവാലയത്തിലേക്കാണ് എന്നാണ്. യെരൂശലേം ദേവാലയം സെഹിയോന്റെ മലയിൽ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. ദാവീദ് തന്റെ കണ്ണ് ഉയർത്തുന്നതും ദൈവിക സഹായത്തിനായി കൈകൾ നീട്ടുന്നതും യഹോവയുടെ ആലയത്തിലാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദേവാലയം നമുക്ക് സഹായത്തിന്റെ ഉറവിടമാണ്. ഇവിടെ നിന്ന് ദൈവം നമുക്ക് ഉത്തരമരുളും. ദാവീദ് കണ്ണുകൾ ഉയർത്തിയതുപോലെ ഈ പരിശുദ്ധ ആലയത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും. പർവ്വതം പഴയ നിയമത്തിൽ ദൈവിക വാസത്തിന്റെ സ്ഥാനമായിരുന്നു. പർവ്വതങ്ങളിൽ ദൈവിക സാന്നിധ്യമുണ്ട് എന്നുള്ളത് പഴയ നിയമത്തിന്റെ വിശ്വാസമായിരുന്നു. നമ്മുടെ ദേവാലയങ്ങളെല്ലാം ഉയർന്ന സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് സീനായി പർവ്വതത്തിൽ വെച്ചാണ്. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായി കൊണ്ടുപോകുന്നതും പർവ്വതത്തിൽ വെച്ചാണ്. മോശ മരിക്കുന്നതും പർവ്വതത്തിൽ വെച്ചാണ്. ഏലിയാവ് യാഗം കഴിക്കുന്നതും പർവ്വതത്തിൽ വെച്ചാണ്. നമ്മുടെ കർത്താവ് പ്രസംഗിക്കുന്നതും തന്റെ ഗിരിപ്രഭാഷണം നടത്തുന്നതും പർവ്വതത്തിൽ വെച്ചാണ്. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതും പർവ്വതത്തിൽ വെച്ചാണ്. പർവ്വതങ്ങൾക്ക്, ഉയർന്ന സ്ഥലങ്ങൾക്ക് വേദപുസ്തകത്തിൽ പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ദാവീദ് തന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തി. അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ദേവാലയത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഈ ദേവാലയത്തെ നോക്കി പ്രാർത്ഥിക്കുകയും നേർച്ചകൾ കഴിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവിക അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 84-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. പ്രാവൊരു കൂടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കായി ഒരു സങ്കേത സ്ഥലവും കണ്ടെത്തിയിരിക്കുന്നു. യഹോവേ, നിന്റെ യാഗപീഠം തന്നെ
ആ യഹോവയുടെ യാഗപീഠമാണ് സങ്കേതസ്ഥാനമായി. എന്തുകൊണ്ടാണ് നമ്മൾ ദേവാലയം പണിയുന്നത് എന്നത് വേദവസ്വം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അത് സങ്കേതസ്ഥലമാണ്, യഹോവയുടെ യാഗപീഠം. ദാവീദ് ദീർഘദർശി പറയുന്നു, ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒരു വൃക്ഷം പോലെ ആയിരിക്കും. ദാവീദ് വളരുവാൻ കണ്ടെത്തിയതും യഹോവയുടെ ആലയമാണ്. നമ്മുടെ കർത്താവ് യാഗപീഠത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ യാഗപീഠത്തെക്കുറിച്ചും വഴിപാടിനെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ടവരെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ അരികിൽ കാണുന്നു. വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവിക യാഗപീഠം സങ്കേതസ്ഥലമാണ്, വിശുദ്ധന്മാരുടെ ആശ്രയമാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭ യാഗപീഠങ്ങളും ബലിപീഠങ്ങളും പണിയുന്നത്. സ്വർഗത്തിൽ യാഗപീഠമുണ്ട്, സ്വർഗത്തിൽ ധൂപമുണ്ട്, വിശുദ്ധന്മാരുണ്ട്, ഭൂമിയിൽ നമുക്കും ആരാധനയുണ്ട്. നമ്മുടെ വിശ്വാസം ശ്രേഷ്ഠമാണ്. അത് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചതും പിതാക്കന്മാർ ആത്മാവിൽ നിറഞ്ഞ് ക്രമീകരിച്ചുമായ അനുഗ്രഹീത വിശ്വാസങ്ങളുടെ ഒരു അടിസ്ഥാനമുള്ള ഒരു സഭ എന്ന നിലയിൽ നമ്മളേറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് കരുണ ചെയ്ത് അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായി ദേശത്തെങ്ങും തൊട്ട് തലേ ദിവസം ഉണ്ടായിരുന്ന മഹാമാരിയും കൊടുങ്കാറ്റും ശമിച്ച് ഇന്നലെ സന്ധ്യയിൽ വളരെ നിറവോടുകൂടെ ഈ കൂദാശ നിർവഹിക്കുവാൻ വേണ്ടി ഇടവരുത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദിനവൃത്താന്ത പുസ്തകം 2 വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിൽ മഹാനായ ശലോമോൻ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് നിർവഹിക്കുന്ന മഹത്വമേറിയ ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷ്ഠാ പ്രാർത്ഥനയായിട്ട് കാണുന്ന ആ പ്രാർത്ഥനയുടെ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ശ്രേഷ്ഠ ഭാവത്തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് എഴുന്നള്ളിയിരിക്കുന്നു. ദാവീദിനോട് കൊടുത്ത വാഗ്ദാനമാണ് ദൈവത്തിൽ നിർമ്മിക്കേണ്ടുന്ന ആലയം. തിരുവായ കൊണ്ട് അരുളി ചെയ്ത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ദേവാലയം പണി പൂർത്തീകരിച്ച് സമർപ്പിക്കപ്പെടുമ്പോൾ മഹാനായ ശലോമോൻ ചെന്നിട്ട് ദൈവമുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞു, ദൈവമേ, നീ കൽപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ രാവും പകലും നിന്റെ തൃക്കണ്ണ് പാർക്കണമേ. ഇവിടെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും യാചനകൾക്കും സ്വർഗത്തിൽ നിന്ന് കേട്ട് ഉത്തരം നൽകുമാറാകണമേ. മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവനായ ദൈവം. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു, ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിരോ വിഷമഞ്ഞോ വെട്ടുക്കിളിയോ തുള്ളനോ ഉണ്ടായാൽ, ഒരു കാർഷിക വ്യവസ്ഥിതിയിലാണ് ഇത് എഴുതുക. ആ കാർഷിക സ്ഥിതിക്ക് എന്തെങ്കിലും കോട്ടം എന്തെങ്കിലും സംഭവിച്ചാൽ, ദൈവമേ, അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോ നീ അവയെ നിരോധിച്ച് വല്ല വ്യാധിയോ ദീനമോ ഉണ്ടായാൽ അതെല്ലാം നീ ഒഴിവാക്കി പ്രാർത്ഥന കേട്ട് യാതന കേട്ട് ഓരോരുവന്റെയും ദുഃഖമറിഞ്ഞ് വ്യാധി മാറ്റി നീ അനുഗ്രഹിക്കണം. ഇങ്ങനെ ഈ ദൈവാലയം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന സ്ഥലമാണ്. ദേവാലയം നിർമ്മിക്കേണ്ടത് കൽപ്പിച്ചത് ദൈവമാണ്. അതിൻ്റെ നീളവും ഉയരവും പൊക്കവും നിർണയിച്ചത് ദൈവമാണ്. അതൊന്ന് ഉണ്ടാക്കിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നത്, എന്റെ സാന്നിധ്യം, എന്റെ തൃക്കണ്ണ് സദായിപ്പോഴും രാവും പകലും ഇവിടെ ഉണ്ടാകും. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അവന്റെ പാപങ്ങൾ പരിഹരിക്കുന്ന സ്ഥലം പോരാ, പ്രകൃതിയെ നിർണയിക്കുന്ന, കാലാവസ്ഥയെ നിശ്ചയിക്കുന്ന സ്ഥലം, അതാകുന്നു വിശുദ്ധ ദേവാലയം. ആ പുണ്യ സ്ഥലമാണ് വിശുദ്ധ കൂദാശയിലൂടെ, വിശുദ്ധ മോറോൻ അഭിഷേകത്തിലൂടെ ദൈവിക സിംഹാസനമാകുന്ന ബലിപീഠമായി ഈ ദേശത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വലിയ അനുഗ്രഹം സ്വീകരിക്കത്തക്ക വിധത്തിൽ ഈ നാടിനെയും ദേശത്തെയും ഒരുക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട, കഷ്ടപ്പെട്ട, ഭാരപ്പെട്ട
ഉള്ളത് മുഴുവൻ പങ്കിട്ട് കൊടുത്ത ഈ ദേശത്തെ മുഴുവനും നാനാജാതി മതസ്ഥരായ സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. സുറിയാനി സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ, സുറിയാനി സഭ അതിൻ്റെ ശ്രേഷ്ഠത ഏറ്റവും നന്നായി പരിപാലിക്കുന്ന ഒരിടവകയാണ് മഴൂന്നൂർ സെൻറ് തോമസ് പള്ളി ഇടവക. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിച്ചാൽ, നീ പുറപ്പെട്ടു പോകുക ഹാരാനിലേക്ക്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ബഹുദൈവാരാധന മാറ്റിയിട്ട് ഏകദൈവാരാധനയാക്കും. അവിടെയും മധ്യസ്ഥനുണ്ട്. പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒക്കെ എല്ലായിടത്തും മധ്യസ്ഥനെ കാണും. ദൈവം എല്ലാ കാര്യങ്ങളും ആ വഴിക്കാണ് ചെയ്തത്. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. കൊർന്നല്യോസ് കൈസരിയായിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ ഇറങ്ങിച്ചെന്നു. അപ്പോൾ തന്നെ 62 നാഴിക തെക്ക് യോപ്പ എന്ന് പറയുന്നിടത്ത് പത്രോസ് പ്രാർത്ഥിക്കുമ്പോഴും ദൈവദൂതൻ ഇറങ്ങി വന്നു. പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആൾ വരുന്നു, നീ അവരുടെ കൂടെ പോകണം. ജാതികളാണെന്ന് വിചാരിക്കരുത്. പിറ്റേ ദിവസം ആൾ വന്നു, പത്രോസ് പോയി. 62 നാഴിക നടന്ന് വടക്ക് പടിഞ്ഞാറ് അല്പം ചാഞ്ഞ് പോയി. അവിടെ ചെന്നപ്പോൾ ആ പരിസരം മുഴുവൻ ആളുകളാണ്. പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? കൊർന്നല്യോസിൻ്റെ മറുപടി അവിടെ എഴുതിയിട്ടുണ്ട്. 33-ാം വാക്യം പറ്റിയായിരിക്കും. യേശു നിന്നോട് എന്ത് പറഞ്ഞിരിക്കുന്നോ അത് കേൾക്കാനാണ് ഈ ആളുകൾ കൂടിയിരിക്കുന്നത്. യേശുവിന് നേരിട്ട് പറയാമായിരുന്നല്ലോ. നിന്നോട് യേശു എന്ത് പറഞ്ഞയച്ചിരിക്കുന്നു അത് കേൾക്കണം. പുതിയ നിയമത്തിൽ എവിടെ നോക്കിയാലും മധ്യസ്ഥത കാണാം. യേശു ക്രിസ്തുവിനെ വിട്ടിട്ട് ആരും ചിന്തിക്കരുത്. ഈ പള്ളി എന്തിനാണെന്ന് ഒരു ഒറ്റ വാക്കിൽ പറയട്ടെ. തിരുമേനിമാരെല്ലാം കൽപ്പിച്ചു അനുഗ്രഹിച്ചു. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വീണു. വെളിച്ചം ചുറ്റി മിന്നിയിട്ട് വീണു. ശൂലേ ശൂലേ എന്ന് വിളിച്ചു. നീ ആരാകുന്നുവെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ചോദിച്ചു പോയി, നീ ഉപദ്രവിക്കുന്ന യേശുവാകും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരപത്രം മേടിച്ചു പോയവനെ പരിശുദ്ധാത്മാവ് അറസ്റ്റ് ചെയ്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം പൗലോസിന്റെ അനുഭവം പറഞ്ഞ, നീ വേഗം യെരൂശലേമിലേക്ക് ചെല്ലാൻ അവന് കൽപ്പന കിട്ടിയിരിക്കുകയാണ്. ദേവാലയ പോലീസുകാരുടെ കൽപ്പനയുമായിട്ട് വന്നവനെ ദൈവം തമ്പുരാൻ അവിടുത്തെ വിശ്വാസികളെ അറസ്റ്റ് ചെയ്യാൻ പോയവനെ കൂട്ടിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ വന്ന പൗലോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചുറ്റുമെന്നി അറസ്റ്റ് ചെയ്തും കൊടുക്കും. 22-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ ഞാൻ ദൈവാലയത്തിൽ ചെന്നു. പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലാണ്. ആ വിവശതയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. എവിടെ വെച്ച്? ദൈവാലയത്തിൽ വെച്ച്. അടുത്ത വാചകം, അങ്ങനെ ഞാൻ കർത്താവിനെ കണ്ടു. അന്ന് ശബ്ദം കേട്ടതേ ഉള്ളൂ, ഇന്ന് കർത്താവിനെ നേരിട്ട് കാണുകയാണ്. എന്തിനാണ് ഈ പള്ളി? ദൈവത്തെ കാണാൻ. ഈ പള്ളി ആരുടേതാണ്? ശുദ്ധമുള്ള ലൂക്കോസ് 3-ാം അധ്യായം. ഇതെൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് യേശു കൽപ്പിച്ചരുളിച്ചു. ഇത് എൻ്റെ പിതാവിൻ്റെ ഭവനം. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. പള്ളിയിൽ പോകാൻ മടിക്കരുത്. പള്ളിയിൽ ആദ്യം വരണം, ഒടുക്കം പോകണം. എല്ലാ കാര്യങ്ങളിലും മക്കൾ എന്നുള്ള നിലയിൽ